ഹായ് ഓൾ. ഇന്ന് ഞാൻ കൺട്രോൾ സിസ്റ്റം 2019 സ്കീമിലെ 5th സെമസ്റ്റർ ബിടെക് ഡിഗ്രി ഡിസംബർ 2021 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇന്ന് ഞാൻ പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ നിന്നുള്ളത്. ഓരോന്നിനും 3 മാർക്ക് വീതം. ടോട്ടൽ നമുക്ക് 30 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ കമ്പയർ ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. നമുക്കറിയാം കൺട്രോൾ സിസ്റ്റത്തിന് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഉള്ളത്. അതിനെ കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് ഓരോ എക്സാമ്പിളും. ഓക്കെ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് 3 കമ്പാരിസണും ഓരോ എക്സാമ്പിളും നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കമ്പാരിസൺ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് ടേബിൾ ആക്കിയിട്ട് കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൽ കുറെ പോയിന്റ്സ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് എക്സാമിന് 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിലും ഒരു 5, 6, 7 എക്സാംസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൽ അറിയാം നമുക്ക് കൺട്രോൾ ആക്ഷൻ എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ഔട്ട്പുട്ടിന് എന്തില്ല, ഡിപ്പെൻഡ് ചെയ്യണില്ല. ഓക്കെ, ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ ആണെങ്കിലോ അതെന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾഡ് ഔട്ട്പുട്ടിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൺട്രോൾഡ് ആക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് അത് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൽ എന്തില്ല, ഫീഡ്ബാക്ക് ഇല്ല. നോൺ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ആണ്. ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണെങ്കിലോ അതിനെന്തുണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്. ഓൾസോ കോൾഡ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അതിന് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്, സിമ്പിൾ ആണ്. ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന് എന്താണ്, കുറച്ച് കോംപ്ലക്സ് ആണ്. കാരണം എന്താണ്, ഫീഡ്ബാക്കും കൂടി വരുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, ആക്യുറസി എന്താണ്, ആക്യുറസി ഓഫ് ദി സിസ്റ്റം മെയിൻലി ഡിപ്പെൻഡ് ഓൺ കാലിബ്രേഷൻ. എത്രത്തോളം കാലിബ്രേഷൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചേക്കാരം ഇതിന്റെ എന്ത് ഓപ്പൺ ലൂപ്പിന്റെ ആക്യുറസി ഉണ്ടാവും. ഓക്കെ, ദിസ് ആർ അക്യുറേറ്റ് ഡ്യൂ ടു ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് സിസ്റ്റം ഉള്ളത് കൊണ്ട് എന്താണ്, ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആണ് എന്ത് മോർ അക്യുറേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സ്റ്റെബിലിറ്റി ഓഫ് ദി സിസ്റ്റം ആർ സ്റ്റേബിൾ. ഓക്കെ, ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി എന്തായിക്കാരം, സ്റ്റേബിൾ ആയിക്കാരം. സ്റ്റെബിലിറ്റി ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി എന്താണ്, കുറച്ച് ലെസ് സ്റ്റേബിൾ ആണ്. ഓക്കെ, ആൻഡ് ദ റെസ്പോൺസ് ഇസ് ഫാസ്റ്റ്. ഔട്ട്പുട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് കിട്ടും ഏതെങ്കിലും ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൽ. ഓക്കെ, ക്ലോസിലാണെങ്കിൽ കുറച്ച് സ്ലോ ആണ്. കാരണം എന്താ, ഫീഡ്ബാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിന്റെ റെസ്പോൺസ് കിട്ടാൻ, ഔട്ട്പുട്ട് കിട്ടാൻ എന്താണ്, കുറച്ച് സ്ലോ ആണ്. ആൻഡ് കാലിബ്രേഷൻ ഓഫ് ദി സിസ്റ്റം ഈസ് ഡിഫിക്കൽട്ട്. ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന് കാലിബ്രേഷൻ എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന്റെ എന്താണ്, കുറച്ച് ഈസിയാണ്. നെക്സ്റ്റ്, ദ ഡിസ്റ്റർബൻസ് ഓഫ് ദി സിസ്റ്റം വിൽ ബി എഫക്റ്റഡ്. ഓക്കെ, ഡിസ്റ്റർബൻസ് എന്തെങ്കിലും വന്നാൽ, എന്തെങ്കിലും നോയ്സ് വന്നാൽ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം എന്ത് ചെയ്യും, പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. പക്ഷെ എന്തില്, ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൽ ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യില്ല, അത്രത്തോളം അഫക്റ്റ് ചെയ്യില്ല. അത് ഫീഡ്ബാക്ക് ചെയ്ത് എന്ത് ചെയ്യും, ആ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ നോയ്സ് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കും. ഓക്കെ, ഇനി എക്സാംസ് ഒക്കെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്, ട്രാഫിക് ലൈറ്റ്, TV റിമോട്ട്, ഇമ്മേർഷൻ റോഡ്, ഇതെല്ലാം എന്താണ്, ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന്റെ എക്സാംസ് ആണ്. അതേപോലെ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന്റെ എക്സാംസ് നോക്കുകയാണെങ്കിൽ AC, കൺട്രോൾ സിസ്റ്റം ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് സ്പീഡ്, ടോസ്റ്റർ ആൻഡ് റെഫ്രിജറേറ്റർ, ഇതെല്ലാം എന്താണ്, ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന്റെ എക്സാംസ്. ഓക്കെ, അപ്പൊ ഈ കമ്പാരിസൺസ് ഒന്ന് മെയിൻ ആയിട്ട് നോക്കിയിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദ ക്രൈറ്റീരിയൻ ഓൺ ദ റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ ദ സ്റ്റെബിലിറ്റി. ഓക്കെ, സ്റ്റെബിലിറ്റിന്റെ കണ്ടീഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റിന്റെ കണ്ടീഷൻ. ഹൗ ഈസ് ഇറ്റ് കണക്റ്റഡ് ടു ദ വിബോ സ്റ്റെബിലിറ്റി. ഓക്കെ, വിബോ സ്റ്റെബിലിറ്റി ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ക്രൈറ്റീരിയ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ ദ സ്റ്റെബിലിറ്റി. ഒരു എസ് പ്ലെയിൻ ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു എസ് പ്ലെയിൻ ഉണ്ടെങ്കിൽ സിഗ്മ ഇവിടെ J ഒമേഗ എസ് പ്ലെയിൻ ഉണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണെങ്കിൽ മാത്രമേ റൂട്ട്സ്, ഈ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, സിസ്റ്റം സ്റ്റേബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ക്രൈറ്റീരിയ എന്താണ്, ഓൾ റൂട്ട്സ് ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ, ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ ആവണം. ഇമാജിനറി ആക്സിസിലാണെങ്കിൽ എന്താണ്, മാർജിനലി സ്റ്റേബിൾ ആണ്. ഓക്കെ, അതേപോലെ റൈറ്റിൽ വന്നാൽ അതെന്തായി, അൺസ്റ്റേബിൾ ആയി. ഓക്കെ, അപ്പൊ സ്റ്റേബിൾ ആവുള്ള കണ്ടീഷൻ എന്താണ്, ഒന്നുകിൽ നമ്മുടെ ഈ ആക്സിസിൽ വരാം, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ട് ഇവിടെയൊക്കെ ആയിട്ട് വരാം. ഓക്കെ, ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ആവണം എന്നുള്ളൂ.
ഓക്കെ, ഇനി ഇത് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ആണ്. അതാണ് എന്ത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഹൗ ഈസ് ഇറ്റ് കണക്റ്റഡ് ടു ബിബോ സ്റ്റെബിലിറ്റി? ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സ്റ്റെബിലിറ്റി ആയിട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോ ഈ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ആണെങ്കിൽ, ഇപ്പോ ഈ ഇതാണെങ്കിൽ നമുക്ക് ഏകദേശം ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടുക എസ് പ്ലസ് എ എന്ന് കിട്ടും. അതായത് ഇത് ഇപ്പോൾ മൈനസ് എ എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എസ് പ്ലസ് എ എന്ന് കിട്ടും. ഇതിന്റെ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ഇ റൈസ് ടു എ ടി എന്നാണ് കിട്ടുക. ഇതെന്താണ്? ഒരു ബൗണ്ടഡ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഓക്കെ, ഇതെന്താണ്? ഒരു ബൗണ്ടഡ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ബൗണ്ടഡ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ഇ റൈസ് ടു മൈനസ് എ ടി നമ്മൾ ഒരു ഗ്രാഫിൽ വരക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഒരു ബൗണ്ടഡ് ആയിട്ടേക്കാരം വരിക. ഓക്കെ, ഇത് ബൗണ്ടഡ് ആയിക്കാരം വരിക. അതാണ് എന്ത്? ഇത് തമ്മിലുള്ള കണക്ഷൻ. Okay, the above condition leads to be bounded impulse response, which leads to the condition of bounded input, bounded output. അതായത് ബിബോ സ്റ്റെബിലിറ്റിന്റെ കണ്ടീഷൻ ആണ് ഈ പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ ഇത്രയും ഈ കാര്യങ്ങൾ എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? 3 മാർക്ക് സ്കോർ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഫോർ ദ ഫോളോയിങ് സെറ്റ് ഓഫ് ആൾജിബ്രിക് ഇക്വേഷൻ. നമുക്കൊരു 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. നമുക്ക് ഇവിടെ എന്തുണ്ട്? x1 എന്നുള്ളതുണ്ട്, x0 ഉണ്ട്, x1, x2, x3. ഓക്കെ, അപ്പൊ നമുക്ക് 4 നോഡ്സുകൾ ഇവിടെ കാണാം. ഓക്കെ, x1 എന്നുള്ളതാണ് നോഡുകൾ. അപ്പൊ നമുക്ക് 4 നോഡുകൾ എടുക്കാം. x0, x1, x2, x3, 4 നോഡുകൾ. അതിൽ x1ന്റെ ഇക്വേഷൻ എന്തായിരുന്നു? a ഇൻറ്റു x0. ഓക്കെ, x1നെയാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പൊ x0 ന്ന് x1 ഒരു ഇത് വരയ്ക്കുക. അതിൽ a എന്നുള്ളതാണ് എന്ത്? അതിന്റെ ഗെയിൻ. ഓക്കെ, അപ്പൊ a ഇൻറ്റു x0 എന്നുള്ളത് കിട്ടി x1. പിന്നെ എന്താണ്? b ഇൻറ്റു x1 എന്നുള്ളത്, അതായത് x1 തന്നെ ഒരു ഗെയിന് വരുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? ഒരു b എന്നുള്ളത് എന്ത് ചെയ്തു നമുക്ക് കിട്ടി? b ഇൻറ്റു x1 എന്നുള്ളത് കിട്ടി. അപ്പൊ a ഇൻറ്റു x0 ആയി, b ഇൻറ്റു x1 ആയി. ഇനി സി ഇൻറ്റു x2ന്ന് ഒരു ലൈന്. ഓക്കെ, ഇതാണ് എന്ത്? സി ഇൻറ്റു x2. ഓക്കെ, അപ്പൊ x1 എന്നുള്ള ഇക്വേഷൻ ആയി. എ ഇൻറ്റു x0 ഉണ്ട്, ബി ഇൻറ്റു x1 തന്നെ ഉണ്ട്, സി ഇൻറ്റു x2 കിട്ടി. ഇനി നമുക്ക് എന്ത് എഴുതണം? x2ന്റെ ഇക്വേഷൻ എഴുതണം. x2ക്ക് ഏതൊക്കെ വരുന്നുണ്ട്? x1ന്ന് ഒരു ലൈന് വരുന്നുണ്ട്. ഓക്കെ, x2ക്ക് x1ന്ന് ഒരു ലൈന് വരുന്നുണ്ട്. അതിന്റെ ഗെയിന് ഡി എന്നുള്ളത്. അപ്പൊ ഡി ഇൻറ്റു x1 എന്നുള്ള ഒരു ഇൻകമിങ് വന്നു. പിന്നെ എന്തുണ്ട്? x3ന്ന് ഇ എന്ന് പറഞ്ഞ ഗെയിനിന്റെ ഒരു ഇൻകമിങ്. അപ്പൊ ഇതാണ് x3 എങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലൈൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന്റെ പേര് ഇ എന്നാണ്, ഗെയിന് ഇ എന്നാണ്. അപ്പൊ ഇ ഇൻറ്റു x2 എന്നായി. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? ഈ ക്വസ്റ്റ്യന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ഓക്കെ, അപ്പൊ ആദ്യം നോട്ട്സുകൾ എത്ര ഉണ്ട് നോക്കുക. പിന്നെ ഏതൊക്കെ നോഡ് എന്നാണ് ഗെയിൻ ഉള്ളത് ഇൻകമിങ് ആയിട്ടുള്ളതൊന്നും ചെക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? Fourth question, state the angle and the magnitude criteria that root of the characteristic equation must be satisfied. ഓക്കെ, ആംഗിളും മാഗ്നിറ്റ്യൂഡ് ക്രൈറ്റീരിയ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ. നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ടി ഓഫ് എസിനെ നമുക്ക് എന്താ എഴുതാം? ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെങ്കിൽ ജി ഓഫ് എസ് ഡിവൈഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നുള്ള ഏതാണ്? ഇതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്നുള്ളതാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ 1 പ്ലസ് ജി ഓഫ് എച്ച് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? 0 എന്നാക്കിയിട്ട് എഴുതാം. ഇതിന്ന് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് എന്താ ഇത് വരും? -1 എന്നുള്ള വാല്യൂ വരും. ഓക്കെ, ഈ -1 നമുക്ക് വേണമെങ്കിൽ -1 പ്ലസ് J0 ഒരു കോംപ്ലക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്തൂടെ? ഓക്കെ, -1 പ്ലസ് J0 എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ക്രൈറ്റീരിയ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് എച്ച് ഓഫ് എസിനെ ഞാൻ ജി ഇൻറ്റു എച്ച് എന്ന് മാത്രം എഴുതി. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ റിയൽ ടേമിന്റെ സ്ക്വയർ, അതായത് -1ന്റെ സ്ക്വയർ, പിന്നെ ഇമാജിനറിന്റെ സ്ക്വയർ, ഇത് ആണ് എന്ത്? മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ. ഓക്കെ, അപ്പൊ റിയൽ ടേം -1 ആണ്, ഇമാജിനറി ടേം 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1 സ്ക്വയർ 1 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അതാണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് ക്രൈറ്റീരിയ എന്നുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ഒരു കോംപ്ലക്സ് ഫോമിൽ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, -1 J0 എന്നുള്ള ഏകദേശം ഏത് പോയിന്റിലേക്കാരും വരിക? ഈ ഭാഗത്തായിട്ടേക്കാരും വരിക.
ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആംഗിൾ നോക്കുകയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇതിനെ 180 ഡിഗ്രി ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആംഗിൾ ഓഫ് ജി ഓഫ് എച്ച് എന്നുള്ളത് എന്ത് ചെയ്യും, നമുക്ക് 180 ഡിഗ്രി എന്ന് പറയാം. ഓക്കെ, ഇതാണ് എന്ത് മാഗ്നിറ്റ്യൂഡ് ക്രൈറ്റീരിയയും ആംഗിൾ ക്രൈറ്റീരിയയും. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ. In a system represented by the state vector differential equation, let A is the coefficient matrix of the state variable vector. Then if A is equal to, നമുക്ക് A എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട് 0, 1, -1, -1. Find the characteristic root of the system. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് റൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഡിറ്റർമിനന്റ് ഓഫ് എസ് ഐ മൈനസ് എ ഈക്വൽ ടു 0 കൊടുത്താൽ എന്ത് കിട്ടും, നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാം, എസ് ഐ മൈനസ് എ എന്നുള്ള മെട്രിക്സ് കണ്ടെത്താം. ഓക്കെ, അപ്പോ എസ് ഐ എന്നുള്ളത് എന്തായാലും എസ് 0 0 എസ് ഇതേക്കാരം എസ് ഇൻറ്റു ഐ എന്നുള്ള മെട്രിക്സ് മൈനസ് എ 0 1 -1 -1. ഓക്കെ, എസ് മൈനസ് 0 ചെയ്താൽ എസ് കിട്ടും, 0 -1 ചെയ്താൽ -1 കിട്ടും, 0 -1 ചെയ്താൽ 1 കിട്ടും, എസ് -1 ചെയ്താൽ എസ് പ്ലസ് 1 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് എന്ത് എസ് ഐ മൈനസ് എ എന്നുള്ളത്. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുകയാണെങ്കിൽ, ഓക്കെ, ഡിറ്റർമിനന്റ് കാണുകയാണെങ്കിൽ എന്ത് കിട്ടും, എസ് ഇൻറ്റു എസ് പ്ലസ് 1 എസ് ഇൻറ്റു എസ് പ്ലസ് 1 മൈനസ് -1 ഇൻറ്റു 1 പ്ലസ് 1 ഈക്വൽ ടു എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. അപ്പൊ എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1 ഈക്വൽ ടു എന്ത് കിട്ടും, 0 എന്നുള്ള വാല്യൂ കിട്ടും. ഈ ഇക്വേഷൻ എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്ക് സോൾവ് ചെയ്താൽ, നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റൂട്ട്സ് ആയിട്ട് -0.5 മൈനസ് ജെ 0.866 എന്നുള്ള വാല്യൂ, അതേപോലെ -0.5 പ്ലസ് ജെ 0.866 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 0.5 ഇവിടെ ആണെങ്കിൽ ഏകദേശം ഈ ഭാഗത്തായിട്ടും കിട്ടുക. ഇവിടുത്തത് -0.5ഉം ഇവിടെ പ്ലസ് ജെ 0.866 എന്നുള്ള വാല്യൂ, ഈ ഭാഗത്ത് മൈനസ് ജെ 0.866 എന്നുള്ള വാല്യൂ ആയിട്ട് കിട്ടുക. ഓക്കെ, ഈ രണ്ട് ഭാഗത്തേക്കാരും ഈ റൂട്ട്സുകൾ ഉണ്ടാകും. ഓക്കെ, ഫസ്റ്റത്തെ P1 P2 എന്നുള്ള പേര് കൊടുത്തു. ഇതാണ് P2, ഇതാണ് P1. ഓക്കെ, ഇനി നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ്, അതായത് 6th ക്വസ്റ്റ്യൻസ് 7, 8, 9, 10. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 6th ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ റെസ്പോൺസ് ഓഫ് ആൻ അണ്ടർ ഡാംപ്ഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം വിത്ത് കോംപ്ലക്സ് പോൾസ് ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. ഓക്കെ, അതായത് ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ് കോംപ്ലക്സ് പോൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സിസ്റ്റം ആണ്, അണ്ടർ ഡാംപ്ഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആണ്. ഓക്കെ, അതിന്റെ റെസ്പോൺസ് എന്ത് ചെയ്യാനാണ്, ഡ്രോ ചെയ്യാനാണ് ചോദിച്ചത്. അതിൽ റൈസ് ടൈം മാർക്ക് ചെയ്യണം, പീക്ക് ഓവർഷൂട്ട് മാർക്ക് ചെയ്യണം, സെറ്റിലിംഗ് ടൈം മാർക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് എന്ത് ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ ടൈം 100% എത്താനുള്ള ടൈമിനെയാണ് എന്ത് പറയാറ്, റൈസ് ടൈം എന്ന് പറയാറ്. ഓക്കെ, ഇനി പീക്ക് ടൈം ആണെങ്കിലോ, ഫസ്റ്റ് പീക്കിന്റെ അതൊക്കെ ഫസ്റ്റ് ഓവർഷൂട്ടിലെ മാക്സിമം ആദ്യമായി എപ്പോഴാണ് എത്തുന്നത്, ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് പീക്കിൽ ഏത് ടൈമിലാണ് എത്തുന്നത് ആ ടൈമിനാണ് എന്താ പറയുക, പീക്ക് ടൈം എന്ന് പറയാം. ഓക്കെ, ഈ 1ഉം ഈ സി ഓഫ് ടിയും തമ്മിലുള്ള ആ മാക്സിമം പീക്കും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയാറ്, മാക്സിമം ഓവർഷൂട്ട് എന്ന്, പീക്ക് ഓവർഷൂട്ട് എന്ന് പറയാം. ഓക്കെ, സെറ്റിലിംഗ് ടൈം എവിടെയുള്ളത്, നമുക്ക് ഈ ഭാഗത്താണ് എന്ത് സെറ്റിലിംഗ് ടൈം ഉള്ളത്. ഓക്കെ, എത്ര 2% എത്താം, 5% ഓഫ് ടൈമിൽ ആ എത്തുന്ന അതിനെയാണ് എന്ത് പറയാറ്, സെറ്റിലിംഗ് ടൈം എന്ന് പറയാറ്. ഓക്കെ, 7th ക്വസ്റ്റ്യൻ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഓർഡർ ഓഫ് എ സിസ്റ്റം ആൻഡ് ടൈപ്പ് ഓഫ് എ സിസ്റ്റം. ഓക്കെ, ഒരു സിസ്റ്റത്തിന്റെ ഓർഡറും ടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ടൈപ്പ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് അറ്റ് ഒറിജിൻ. ഓക്കെ, ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ എത്ര പോൾസ് ഒറിജിൻ ഉണ്ട് അതിനാണ് എന്ത് ടൈപ്പ് എന്ന് പറയാറ്. ഓർഡർ ഓഫ് ദ സിസ്റ്റം എന്ന് വെച്ചാൽ ഹയസ്റ്റ് പവേഴ്സ് ഓഫ് എസ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ദ സിസ്റ്റം.
ഓക്കെ, ഹയസ്റ്റ് പവർ ഇൻ എസിനെയാണ് എന്ത് പറയാറ്, ഓർഡർ എന്ന് പറയാറ്. എക്സാമ്പിൾ ആയിട്ട് 1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1 എന്നുള്ള ഒരു ഇക്വേഷൻ, 1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 എന്നുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, ഇതിൽ ടൈപ്പ് എന്നുള്ളത് ഏതാണ്, ഈ എസ് സ്ക്വയർ എന്നുള്ള ഈ ടേമിനെയാണ് എന്ത് പറയാറ്, ടൈപ്പ് എന്ന് പറയാറ്. ഓക്കെ, ഇതാണ് എന്ത്, നമ്പർ ഓഫ് പോൾസ് അറ്റ് ഒറിജിൻ എന്ന് പറയാറ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ടൈപ്പ് എന്ന് വെച്ചാൽ എത്രയാണ്, ഈ സിസ്റ്റത്തിന്റെ ടൈപ്പ് എന്നുള്ളത് 2 ആണ്. ഓക്കെ, ഇനി ഓർഡർ എന്ന് വെച്ചാൽ ഈ എസ് സ്ക്വയറും ഇതും കൂടി മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ഹയസ്റ്റ് പവർ എത്ര കിട്ടുക, എസ് ക്യൂബ് ആണ് കിട്ടുക. ഓക്കെ, എസ് ക്യൂബ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതിന്റെ ഓർഡർ ഓഫ് ദ സിസ്റ്റം എന്നുള്ളത് 3 എന്നുള്ളതാണ് ഇതിന്റെ ഓർഡർ എന്നുള്ള സിസ്റ്റം. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എസ് റേസ്റ്റ് 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1 പ്ലസ് 1. ഓക്കെ, ഇതിന്റെ ടൈപ്പും അതേപോലെ ഓർഡറും എന്താണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, next question, draw the S-plane counter used for mapping for stability analysis to the plane of open loop transfer function g of s h of s is equal to 1 divided by s into s plus 1. Explain the choice of the counter. ഓക്കെ, അപ്പോ ഇതൊരു നിക്സ് പ്ലോട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ജി ഓഫ് എസ് എച്ച് ഓഫ് എസിന്റെ നിക്സ് പ്ലോട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ പോളാർ പ്ലോട്ട് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പൊ പോളാർ പ്ലോട്ട് വരക്കണതിന് ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ ജെ ഒമേഗന്റെ ടേമിൽ എഴുതി എസ് ഇസ് ഇക്വൽ ടു ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ജി ഓഫ് ജെ ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ജെ ഒമേഗ ഇൻറ്റു ജെ ഒമേഗ പ്ലസ് 1 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം, ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും, ഒമേഗക്ക് ഇവിടെ ഒമേഗക്ക് എന്തിട്ട് കൊടുത്തു, 0 ഇട്ട് കൊടുത്തു. ഒമേഗക്ക് 0 ഇട്ടെടുത്താൽ 1 ഡിവൈഡ് ബൈ 0 ഇൻറ്റു 0 പ്ലസ് 1, അതായത് 1 ഡിവൈഡ് ബൈ 0 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, 1 ഡിവൈഡ് ബൈ 0 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ കാരണം നമുക്ക് കിട്ടുക. ഓക്കെ, അതാണ് എന്ത്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവുക. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ മാഗ്നിറ്റ്യൂഡ് എത്ര, ഇൻഫിനിറ്റി എന്നേക്കാരം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ ആംഗിൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതിന്റെ ആംഗിൾ നോക്കുകയാണെങ്കിൽ എന്തേക്കാരം വരിക, ഇതിന്റെ ആംഗിളിന്റെ ഇക്വേഷൻ -90, ജെ ഒമേഗന്റെ ആംഗിൾ ആണെങ്കിൽ 90 വരും. ഓക്കെ, -90 മൈനസ് ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ 1 എന്നുള്ള വാല്യൂ കാരം കിട്ടുക. ഓക്കെ, ഒമേഗക്ക് 0 കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് 0 എന്നുള്ള വാല്യൂ, ടാൻ ഇൻവേഴ്സ് 0ന്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. -90 അതേപോലെ ഉണ്ടാവും, അപ്പോൾ -90. അപ്പൊ ഇതാണ് എന്ത്, ഇതിന്റെ സ്റ്റാർട്ടിങ്. ഓക്കെ, ഇതാണ് എന്ത്, സ്റ്റാർട്ടിങ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റി എന്നേക്കാരം -90 എന്ന് പറഞ്ഞ ആംഗിൾ നേക്കാരം സ്റ്റാർട്ട് ചെയ്യേണ്ടാവുക. നെക്സ്റ്റ് എന്ത് ചെയ്തു, ലാസ്റ്റ് എൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒമേഗക്ക് എന്തെടുത്തു, ഇൻഫിനിറ്റി കൊടുത്തു. ഓക്കെ, ഇൻഫിനിറ്റി കൊടുത്താൽ 1 ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി വന്നാൽ എന്താ ഇപ്പോൾ 0. ഓക്കെ, 0 ആകും. അതേപോലെ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇൻഫിനിറ്റി കൊടുത്തു. ഓക്കെ, ഈ ഒമേഗക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ എത്രയാണ്, വീണ്ടും 90 ആണ്. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി 90 ആണ്. അപ്പോൾ -90 -90 എന്നുള്ള വാല്യൂ കിട്ടും, അതായത് -180. ഓക്കെ, അതായത് തേർഡ് ആക്സിസിലേക്കാരം നമുക്ക് വന്നിരിക്കാം. അപ്പോൾ ഇതാണ് എന്ത്, ഇതിന്റെ എൻഡ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിക്കാരം, ആംഗിൾ എത്രയായിക്കാരം, -180 ഡിഗ്രി ആയിക്കാരം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇതാണ് എന്ത്, ഒരു സിഗ്മ, ഇതാണ് ജെ ഒമേഗ. ഓക്കെ, സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻഫിനിറ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇൻഫിനിറ്റി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. -90 എന്ന് പറഞ്ഞ ആംഗിൾ. ഓക്കെ, ഇതാണ് എന്ത്, ആംഗിൾ -90 എന്നുള്ള, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണത് -90 എന്നുള്ളത്. ഓക്കെ, -180 എന്ന് വെച്ചാൽ 90 ഇത്ര, 180 ഇത്ര. ഓക്കെ, ഇതാണ് എന്ത്, എൻഡിങ്, അതായത് ഈ ആക്സിസിലേക്കാരം എൻഡ് ചെയ്യുന്നുണ്ടാവുക, ഈ ആക്സിസ് നിന്നേക്കാരം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതാണ് എന്ത്, -90 എന്നുള്ളതിന്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടുന്നാണ് എന്ത് ചെയ്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് -90 എന്ന് പറഞ്ഞ ആംഗിളും ഇൻഫിനിറ്റി എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എൻഡ് ചെയ്യുന്നുണ്ട്. 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് എൻഡ് ചെയ്യുന്നുണ്ട്. അത് -180 എന്ന് പറഞ്ഞ ആംഗിൾ കൂടി ഇക്കാരം എൻഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് എന്ത്, -180 എന്നുള്ള ആംഗിൾ. അപ്പൊ ഇവിടെ നിന്നേക്കാരം അത് എൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് എന്ത്, ഇതിന്റെ പോളാർ പ്ലോട്ട് ആണ് ഇത്. ഓക്കെ, പോളാർ പ്ലോട്ട് ആണ് ഇത്. ഇനി ഇതിന്റെ എന്ത് വേണം, നമുക്ക് നിക്വിസ് പ്ലോട്ട് വരക്കണം. നിക്വിസ് പ്ലോട്ട് വരക്കാൻ എന്ത് ചെയ്യും, ഇതിപ്പോ നമുക്ക് പോസിറ്റീവ് ആയിക്കാരം, ഫസ്റ്റ് എന്ത് ചെയ്യും, ഇതിന്റെ റിവേഴ്സ് എടുക്കും. ഓക്കെ, നിക്വിസ് കോണ്ടർ ഓഫ് 1 ഡിവൈഡ് ബൈ s ഇൻറ്റു s പ്ലസ് 1 എന്നുള്ളത് ഏതേക്കാരം വരിക, ഈ ഗ്രാഫ് ആയിക്കാരം ഉണ്ടാവുക.
ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ വരച്ച പോളാർ പ്ലോട്ട് ഈ റെഡിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഒമേഗ ഈക്വൽ ടു 0 പ്ലസ് എന്ന് എന്ത് ചെയ്തു, ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റി പ്ലസ്സിൽ പോസിറ്റീവ് സൈഡ് ഇൻഫിനിറ്റി പ്ലസ്സിൽ എന്ത് ചെയ്തു, ഇത് എൻഡ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു, ഇതിന്റെ മിറർ എടുക്കുക. ഓക്കെ, ഇതിന്റെ മിറർ എടുത്തു. ഓക്കെ, മിറർ എടുത്താൽ ഇതെന്ത് ചെയ്യും, ഒമേഗ ഈക്വൽ ടു ഇൻഫിനിറ്റി മൈനസ് ആണ്, ഇത് എന്ത് ഒമേഗ ഈക്വൽ ടു 0 മൈനസ്. ഓക്കെ, മിററിനെയാണ് ഇത് കാണിക്കുന്നത്. ഒമേഗ ഈക്വൽ ടു ഒമേഗ ഇൻഫിനിറ്റി മൈനസ് എന്നത് എന്ത് ചെയ്തു, 0 മൈനസിലോട്ട് എന്ത് ചെയ്ത് പോയി. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത്, രണ്ട് ചെറിയ കോണ്ടറും കൂടി. ഇൻഫിനിറ്റി പ്ലസ് നിന്ന് ഇൻഫിനിറ്റി മൈനസിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു റേഡിയസ് ഉണ്ടാവും. ഓക്കെ, ഇതെന്ത് ചെയ്യില്ല, നമ്മുടെ ഒറിജിനെ ടച്ച് ചെയ്യില്ല. ഒറിജിനെ ടച്ച് ചെയ്യാതെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു സർക്കിൾ ഉണ്ടാവും, സെമി സർക്കിൾ ഉണ്ടാവും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു റൈറ്റ്. ഓക്കെ, റൈറ്റ് ഓഫ് എസ് പ്ലെയിനിലായിട്ടേക്കാരം ഒരു എന്തുണ്ടാവുക, ഒരു ഗ്രാഫ് ഉണ്ടാവും. ഓക്കെ, ഇനി 0 മൈനസ് നിന്ന് 0 പ്ലസിലോട്ട് എന്തുണ്ടാവും, ഒരു ലാർജ് റേഡിയസിലുള്ള ഒരു കോണ്ടറും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതെന്തായി, ഒരു ക്ലോസ്ഡ് സർക്കിളായി. ഇതാണ് എന്ത് 1 ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 എന്നുള്ളതിന്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ദ കോണ്ടർ ഈസ് ബൗണ്ടഡ് ബൈ എ സെമി സർക്കിൾ വിത്ത് ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, അതായത് വലിയ റേഡിയസ് ഇൻഫിനിറ്റിയിൽ പോവുകയാണെങ്കിൽ റൈറ്റ് ഓഫ് എസ് പ്ലെയിനിലേക്കാരം എന്തുണ്ടാവുക, ആ കോണ്ടർ ബൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. ദ റിമൈനിങ് പാർട്ട് ഓഫ് കോണ്ടർ ഈസ് ദ ഇമാജിനറി ആക്സ് വിത്ത് ഇൻഫിനിറ്റ്ലി സ്മോൾ സെമി സർക്കിൾ ദാറ്റ് എക്സ്പ്ലോർ ദ പോൾ അറ്റ് ഒറിജിൻ ഫ്രം ദ എസ് പ്ലെയിൻ ഓഫ് കോണ്ടർ. ഓക്കെ, പിന്നെ എന്താ ഞാൻ പറഞ്ഞ ഈ സെമി സർക്കിളിന്റെ കാര്യമാണ് ഈ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ദിസ് ഈസ് ദ കണ്ടീഷൻ ടു ബി മെറ്റ് ഫോർ ദ പ്രിൻസിപ്പിൾ ഓഫ് ആർഗ്യുമെന്റ് യൂസ്ഡ് ഫോർ ദ നിക്കിസ് ക്രൈറ്റീരിയ. ഓക്കെ, നിക്കിസ് ക്രൈറ്റീരിയന്റെ ആ പ്രിൻസിപ്പിൾ ഓഫ് ആർഗ്യുമെന്റ് ആണ് എന്ത്, ഈ കണ്ടീഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, write and explain the transfer function of for first order phase lag compensator. lag compensator ന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാനും എന്റെ എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. State the function of phase lag compensator in a control system. ഓക്കെ, ഒരു ഫേസ് ലാഗ് കോമ്പൻസേറ്ററിനെ നമുക്ക് GC of S equal to 1 plus S tau divided by 1 plus S beta tau എന്നാണ് കണ്ട് റെപ്രസെന്റ് ചെയ്യാം. ലീഡ് ആണെങ്കിൽ എന്ത് വരും, ഈ ബീറ്റയ്ക്ക് പകരം ആൽഫ എന്ന വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ന്യൂമറേറ്ററിൽ എന്തുണ്ടാവും, ഒരു ആൽഫ എന്നുള്ള ടേം ഉണ്ടാവും. അപ്പൊ ഇതില് ലാഗും ലീഡും തമ്മിലുള്ള വ്യത്യാസം, ബീറ്റ എന്തേക്കാരം 1-നെക്കാട്ടി കൂടുതലേക്കാരം. ഓക്കെ, ബീറ്റ എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവുമല്ലോ, അതെന്തേക്കാരം 1-നെക്കാട്ടി കൂടുതലാണെങ്കിലാണ് അത് ലാഗ് ആവുക. ഇനി ഈ ബീറ്റ എന്നുള്ള വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് എന്തേക്കാരം, അത് ലീഡ് കോമ്പൻസേറ്റർ ആയിക്കാരം. 1-നെക്കാട്ടിയും കൂടുതലാണെങ്കിലാണ് ലാഗ് കോമ്പൻസേറ്റർ. ലാഗ് കോമ്പൻസേറ്റർ ലീഡ് കോമ്പൻസേറ്റർ അറിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, ഞാൻ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാഗിലാണെങ്കിൽ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്ന് ഇതിന്റെ സീറോസും പോൾസും കണ്ടെത്തുകയാണെങ്കിൽ ന്യൂമറേറ്റർ ഈക്വൽ ടു 0 കൊടുത്താൽ എസിന്റെ വാല്യൂ ആണ് എന്ത്, 0 എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, നമുക്ക് -1/τ എന്ന് കിട്ടും. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, പോൾസ് കിട്ടും. അതിൽ നിന്ന് എസിന്റെ വാല്യൂ കണ്ടെത്താം. അപ്പൊ -1 ഡിവൈഡ് ബൈ ബീറ്റ ടോ എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ -1/τ ഉണ്ട്, -1/β ടോ ഉണ്ട്. ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പോൾ എന്നുള്ള വാല്യൂ എന്തായിക്കാരം, ചെറിയ വാല്യൂ ആയിക്കാരം ഉണ്ടാവുക. ഓക്കെ, ചെറിയ വാല്യൂ ആയിക്കാരം ഉണ്ടാവുക. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് 0 ആയിക്കാരം എന്തുണ്ടാവുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് പോളിനെക്കാട്ടി കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, ഇതിപ്പോ ഒരു ടോ എന്നുള്ളത് ഒരു 5 ആണെങ്കിൽ -1/5 ആയിക്കാരം. ഓക്കെ, ബീറ്റ ഈസ് ഇക്വൽ ടു 1-നെക്കാട്ടും വലിയ വാല്യൂ അല്ല, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ബീറ്റ ഈസ് ഇക്വൽ ടു എന്ത് എടുക്കുക, 2 എന്നുള്ള വാല്യൂ എടുക്കുക. അപ്പൊ എന്നിട്ട് -2 × 5 എന്നുള്ള വാല്യൂ ചെയ്താൽ എത്ര കിട്ടും, -1/10 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എന്തായിട്ട് നമുക്ക് 0.1 എന്നുള്ള വാല്യൂ ആയിക്കാരം കിട്ടുക, ഇവിടെ നമുക്ക് 0.2 എന്നുള്ള വാല്യൂ ആയിക്കാരം കിട്ടുക. -0.2 -0.1. അപ്പോൾ 0.2 അല്ലേ 0.1-നെക്കാട്ടിയും കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് Z ആയിക്കാരം പോളിനെക്കാട്ടിയും കൂടുതലുണ്ടാവും. അതിനർത്ഥം എന്താണ്, പോൾ ഈസ് നിയറർ ടു ദ ഒറിജിൻ ഫോർ ലാഗ് കോമ്പൻസേറ്റർ. ഓക്കെ, ഒരു ലാഗ് കോമ്പൻസേറ്റർ ആണെങ്കിൽ പോൾ ആയിക്കാരം ഒറിജിന്റെ അടുത്തുണ്ടാവുക. ഞാൻ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പോൾ ആയിക്കാരം, ഇതാണ് നമ്മുടെ ഒറിജിന്റെ അടുത്തേക്കാരം ആരുണ്ടാവുക, പോൾ ഉണ്ടാവുക. 0 എന്തായിക്കാരം, ദൂരേക്കാരം.
ഓക്കെ, നമ്മളിപ്പോ ഈ ഇക്വേഷൻ തന്നെ നമ്മളിപ്പോ ടോ ഈസ് ഈക്വൽ ടു 5 കൊടുത്താൽ ഈ ബീറ്റ ഈക്വൽ ടു 2 കൊടുത്താൽ -1/0.5 എന്ന് വെച്ചാൽ -0.2 എന്നുള്ള വാല്യൂ കാര്യം കിട്ടുക. ഇതെന്തേ കാര്യം -0.1 എന്നുള്ള വാല്യൂ കാര്യം കിട്ടുക. ഓക്കെ, ഇതാണ് ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് കാണിച്ചുള്ളത്. ഓക്കെ, അപ്പോ ഇതാണ് എന്ത് ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ലാഗ് കോമ്പൻസേറ്റർ. ഓക്കെ, ഇനി ഇതിന്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ലാഗ് കോമ്പൻസേറ്റർ എന്താണ്, ഒരു പോൾ ഡോമിനേറ്റർ ആണ്. ഓക്കെ, അതായത് സീറോന്റെ അടുത്ത് പോൾ ആയതുകൊണ്ടാണ് ഇതിനെ പോൾ ഡോമിനേറ്റർ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഒരു ലോ പാസ് ഫിൽറ്റർ. ഓക്കെ, ലോ പാസ് ഫിൽറ്റർ. നെക്സ്റ്റ് പോയിന്റ്, ദിസ് വിൽ റെഡ്യൂസ് ഫേസ് ഓഫ് ദ സിസ്റ്റം ഓൺലി ഇൻ പെർട്ടിക്കുലർ റേഞ്ച്. അതായത് ഈ -1/τ മുതൽ -1/βτ വരെയുള്ള ആ ഏരിയയിൽ എന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, ആംഗിൾ ഫേസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഫേസ് റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ്, ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു റെഡ്യൂസ് സ്റ്റഡി സ്റ്റേറ്റ് എറർ. സ്റ്റഡി സ്റ്റേറ്റ് എറർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലാഗ് കോമ്പൻസേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. കൂടുതൽ കാര്യങ്ങൾ ലാഗ് കോമ്പൻസേറ്ററിനും ലീഡ് കോമ്പൻസേറ്ററിനും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കിയാൽ മതി, ഞാൻ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഗിവ് 2 advantage ഫോർ യൂസിങ് സ്റ്റേറ്റ് വേരിയബിൾ റെപ്രസെന്റേഷൻ ഓഫ് സിസ്റ്റം. സ്റ്റേറ്റ് വേരിയബിൾ റെപ്രസെന്റേഷന്റെ അഡ്വാൻറ്റേജസ് ആണ്, 2 അഡ്വാൻറ്റേജസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഞാൻ കുറച്ച് പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. ദിസ് ടെക്നിക് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലീനിയർ ആയിക്കോട്ടെ നോൺ ലീനിയർ ആയിക്കോട്ടെ, ടൈം വേരിയന്റ് ആയിക്കോട്ടെ ടൈം ഇൻവേരിയന്റ് ആയിക്കോട്ടെ, ഏത് സിസ്റ്റത്തിന് നമുക്ക് ഇത് ഉപയോഗിക്കാം, സ്റ്റേറ്റ് സ്പേസ് ടെക്നിക്സ് ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെങ്കിൽ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അതേപോലെ ഇതെന്ത് ചെയ്യാം, നമുക്ക് മൾട്ടി ഇൻപുട്ട് മൾട്ടി ഔട്ട്പുട്ട് സിസ്റ്റത്തിനും ഉപയോഗിക്കാം. ഓക്കെ, മൾട്ടി ഇൻപുട്ട് മൾട്ടി ഔട്ട്പുട്ട് സിസ്റ്റത്തിനും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് സ്പേസ് ടെക്നിക്സ് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ഈസിയർ ടു അപ്ലൈ വേർ ലാപ്ലേസ് ട്രാൻസ്ഫോം കനോട്ട് ബി അപ്ലൈ. ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലമാണ് എന്ത്, മീമോ സിസ്റ്റം. ഓക്കെ, അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഏത് ഉപയോഗിക്കാം, സ്റ്റേറ്റ് സ്പേസ് ടെക്നിക് ഉപയോഗിക്കാം. The nth order differential equation can be expressed as n equation for first order. ഓക്കെ, ഹയസ്റ്റ് ഓർഡർ nth ഓർഡർ ഒരു 5th ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിനെ നമുക്ക് എന്താക്കാം, 5 ഇക്വേഷൻസ് ആക്കിയിട്ട് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. ഇത് ഉപയോഗിച്ചിട്ട് സ്റ്റേറ്റ് സ്പേസ് ടെക്നിക് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ ടൈം ഡൊമൈൻ മെത്തേഡ്. ഒരു ടൈം ഡൊമൈനിലാണ് ഏത് ഉണ്ടാവാറ്, സ്റ്റേറ്റ് സ്പേസ് മെത്തേഡ് ഉണ്ടാവാറ്. ട്രാൻസ്ഫർ ഫംഗ്ഷന് ലാപ്ലേസ് ഡൊമൈനിലാണ് ചെയ്യാറ്. And as this is time domain method, therefore this method is suitable for digital computation. Okay, digital computer എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. On the basis of the given performance indents, this system can be designed for optimal condition. ഓക്കെ, ഒപ്റ്റിമൽ കണ്ടീഷന്റെ പെർഫോമൻസ് ഡിസൈൻ ചെയ്യാനും ഏത് ഉപയോഗിച്ചിട്ട് ചെയ്യാം, സ്റ്റേറ്റ് സ്പേസ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്, 2 അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് പാർട്ട് എയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാം ലിങ്ക് ഇതിന്റെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.